നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായി തെരുവ് നായ്ക്കളുടെ ശല്യം അതിക്രമിച്ചിരിക്കുന്നു. അതുമൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും അക്കാരണം തൽച്ചിലർ മരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണുള്ളത്. മനുഷ്യ ജീവിതത്തിന്റെ ഈ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇവിടെ മോണാക്റ്റിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനൂട്ടി, മോളെ മീനൂട്ടി, എവിടെ പോയി കടക്കി കുട്ടി? ശാന്തേച്ചി, മീനൂട്ടി ഉണ്ടവിടെ? നീ പേടിക്കണ്ട രേണു, അവളിവിടെ അമ്മൂട്ടോട് കൂടെ കളിച്ചോണ്ടിരിക്കുക. അല്ല രേണു, നീ ഇന്നലെ കുളിമുറിയില് കാല് തന്നെ വീണെന്ന് മീനൂട്ടി പറഞ്ഞു. കാലിനൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഹോസ്പിറ്റലിലെല്ലാം പോയിരുന്നു ശാന്തേച്ചി. നല്ല നീരുണ്ട്, അധിക ദൂരം നടക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. മീനൂട്ടി, ഒന്ന് വേഗം വരണേ മോളെ. ഞാൻ വേഗം വരാമേ. അമ്മുക്കൊച്ച് ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന കണ്ടപ്പോ മീനൂട്ടി ഓടി വന്നതാ. മീനൂട്ടി, മോളെ മീനൂട്ടി. അച്ഛൻ വന്നു. അച്ഛനെന്താ ഇന്ന് നേരത്തെയാ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. മോളുടെ അമ്മയ്ക്ക് വയ്യാത്തല്ലേ? മോളമ്മയെ സഹായിച്ചോ? ഞാൻ ഒത്തിരി സഹായിച്ചു. ഞാൻ ഇന്നമ്മയെ അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ സഹായിച്ചു. ഇനി ഞാൻ വലുതായ ഡോക്ടറായി നിങ്ങൾ എല്ലാവരെയും സഹായിക്കും. മോളെ, നിനക്കാരാവാൻ ആഗ്രഹം? എനിക്കും ഡോക്ടറായാ മതി. ബാലേട്ടാ, നാളെ മോളെ സ്കൂളിലേക്ക് അയക്കണ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാവണം. രേണു, അതൊരു നല്ല കാര്യല്ലേ? നീ എന്തിനാ ഇനി പേടിക്കുന്നേ? എനിക്ക് കാലുകൊണ്ട് വയ്യല്ലോ. നാട്ടിലാകെ തെരുവ് നായ്ക്കളാ. എന്റെ മോളെ വിശ്വസിച്ചെങ്ങനെ ഞാൻ സ്കൂളിലേക്ക് അയക്കുക? അതിന് നീ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ അമ്മ കൊച്ചില്ല അവൾക്ക് കൂട്ടിന്. അവള് നമ്മുടെ പോലെ പൊന്നു പോലെ നോക്കിക്കോളും. മീനൂട്ടി, റെഡി അല്ലേ? അമ്മേ, അമ്മ കൊച്ചു വന്നു. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. മോളെ അമ്മൂട്ടി, വേഗം സ്കൂളിൽ പോയി വരണേ മോളെ. പിന്നെ ഓടാനൊന്നും നിക്കണ്ട, സൂക്ഷിച്ചു പോണം കേട്ടോ. ആ ശരി. അമ്മ ചേച്ചി, ദൂരെ നിന്ന് പട്ടികളുടെ ഒച്ച കേൾക്കണുണ്ട്. പേടിയാവണം അമ്മ ചേച്ചി. നീ പേടിക്കണ്ടേ മീനൂട്ടി. തെരുവ് നായ്ക്കൾ ഓടി വന്നാ നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി ഒളിച്ചിരിക്കാം. അത് അത്രേ ഉള്ളൂ. നീ അതിന് പേടിക്കൊന്നും വേണ്ട കേട്ടോ. വന്നേ. പക്ഷെ മീനൂട്ടി, ആ തെരുവ് നായ്ക്കള് നമ്മൾ നേരാണോ മോളെ വരുന്നേ? മോളെ മീനൂട്ടി, മീനൂട്ടി മോളെ. നിങ്ങൾ വിഷമിക്കാതിരി. അവളെ വന്നപ്പോ തന്നെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മുഖത്തിനാണ് കുറച്ച് പരിക്കേറ്റിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും പേടിക്കണ്ടേ, എല്ലാം ശരിയാവും. മോളെ മീനൂട്ടി, ഇത് കഞ്ഞി കുടിക്കേ. നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ചൂടുള്ള പാൽക്കഞ്ഞി കുടിച്ചോ, പെട്ടെന്ന് കുടിച്ചോ. എനിക്ക് വേണ്ടമ്മേ, പാൽക്കഞ്ഞി പോയിട്ട് നേരി പോലും അറക്കാൻ പറ്റുന്നില്ലമ്മേ. താഴ്ചിട്ട് കഴിയുമ്പേ വെള്ളം കാണുമ്പോ പേടിയാവുന്നമ്മേ. ഞാൻ മരിച്ചു പോവും എന്റെ അമ്മേ. മോളെ മീനൂട്ടി, അങ്ങനെയൊന്നും പറയില്ല മോളെ. എന്റെ മോൾക്ക് ഒന്നും വരില്ല കേട്ടോ. എന്റെ മോളെ പേടിക്കണ്ട. എന്റെ മോൾക്ക് ഒന്നും ഒരാപത്തും വരില്ല. മോളെ അമ്മന്റെ മോളുടെ കൂട്ടിന് മോള് പേടിക്കണ്ട കേട്ടോ. മോൾക്ക് നല്ല പനിയും വയ്യാകുണ്ട്. ഞങ്ങൾ മോളെ മറ്റു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ മോളെ
മോളെ ഞാൻ വിട്ടുകളയില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം തകർന്നില്ല ഈശ്വര. പഠിച്ചു വലിയ ഡോക്ടറാണ് പോലും, എല്ലാം തകർന്നില്ല ഈശ്വര. മോളെ വീഴുടെ, മോളെ വീഴുടെ, മോളെ. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരൻ നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അധികാരികൾ കൺ തുറന്നേ മതിയാകൂ. അഥവാ നടപടിയെടുത്താൽ തന്നെ മൃഗസ്നേഹമായി എത്തുന്ന മൃഗസ്നേഹികളോട് ഒരു ചോദ്യം: നാളത്തെ പ്രതീക്ഷയായ കുഞ്ഞുമക്കളുടെ ജീവനാണോ അതോ നിങ്ങളുടെ മൃഗസ്നേഹ